വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സാധാരണ ഈ ഒരു പലഹാരം മൈദയിലാണ് തയ്യാറാക്കാറ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറക്കാത്ത റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ മിക്സറുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതാദ്യം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയിരുന്നു. മുഴുവനായിട്ടും തന്നെ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ ആദ്യം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയുടെ പറ്റിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. എനിക്കിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായി തോന്നിയതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണുകളൊക്കെ വെള്ളം ചേർത്തിട്ട് ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല, ഈ ഒരു രീതിക്കുള്ള സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു കൂട്ടിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് തയ്യാറാക്കി ഉടനെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ പകുതിയോളം കൂട്ടെടുത്തിട്ടുണ്ട്. അതൊരു ബോർഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാകത്തിന് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ 2 ഭാഗത്തും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടരുത്, ഒരു ഗ്യാപ്പ് വേണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെട്ട് കേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തോളൂ. ഇത് നന്നായിട്ട് പൊന്തിയൊക്കെ വരും. ആദ്യം അനക്കാൻ വേണ്ടി നിൽക്കണ്ട. കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറമേ കളർ മാറുന്നത് മാത്രമേ ഉള്ളൂ, ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെയിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണിത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ എടുത്ത അളവിൽ 21 എണ്ണമാണ് എനിക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ പുറമെ നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാകുക, ഉള്ളിലൊരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരാഴ്ചയോളൊക്കെ കേടാകാതെ ഇരുന്നോളും. ഇതിനൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.